നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ബാച്ചിലർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കണമ്പ് മീൻകറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ആദ്യമായി നമുക്ക് 7 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 7 കഷ്ണം വെളുത്തുള്ളി, 4 പച്ചമുളക് ഇവ മിക്സിയുടെ ജാറിൽ നന്നായി ചതച്ചെടുക്കുക. അടുത്ത സ്റ്റെപ്പായി 2 പഴുത്ത മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞ് മാറ്റി വെക്കുക. അതിനോടൊപ്പം തന്നെ അല്പം കുടംപുളി നന്നായി കീറി ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് നന്നായി വഴറ്റി വെക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഉലുവ പൊട്ടി വന്നിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി ഏകദേശം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഏകദേശം അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചേർത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുക. കുടംപുളി ചേർത്ത വെള്ളത്തിൽ നന്നായി അരപ്പെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം നന്നായി തിളച്ചു വന്നിരിക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം തവി വെച്ച് എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് ഗ്രേവി വറ്റി വരുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം വറ്റി കറി പറ്റി വന്നിരിക്കുകയാണ്. അതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും തൂകി നന്നായി ചെറുതീയിൽ 2 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. ഇപ്പോൾ മീൻകറി നന്നായി വറ്റി വന്നിരിക്കുകയാണ്. വളരെ രുചികരമായ ഒരു മീൻകറിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.